ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തിരുവനന്തപുരത്ത്. അതിലേക്ക് പാർട്ടി സഖാക്കൾ നടത്തുന്നത് ഇത് CPM തന്നെ വിലയിരുത്തലുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ആകാശ് തില്ലങ്കേരിയുടെയും മറ്റുമൊക്കെ സംഭവങ്ങൾ പുറത്തു വന്നപ്പോൾ CPM നേതൃത്വം തന്നെ പറഞ്ഞതാണ്, സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പല ആളുകളും ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തിന് പോകുന്നു, കള്ളക്കടത്തുകാരെ ആക്രമിച്ച് അവരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കാനുള്ള കൊട്ടേഷൻ സംഘങ്ങളിൽ അവർ പോകുന്നു. വ്യാപകമായിട്ട് ചെങ്കൽ ഖനനം, പാർട്ടിയുടെ ഈ ക്രിമിനലുകളുടെ ശക്തി ഉപയോഗിച്ചിട്ട് എല്ലാ കുന്നുകളിലും ചെങ്കൽ ഖനനം നടത്തുന്നു, കരിങ്കൽ ക്വാറികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി സഖാക്കൾ തിരിയുന്നു. ഒരു വിലയിരുത്തൽ അതാണ്. രണ്ടാമത്തെ വിലയിരുത്തൽ RSSുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിച്ചതുകൊണ്ട് പാർട്ടി ക്രിമിനലുകൾക്ക് ആത്മവിശ്വാസം ചോർന്നിരിക്കുന്നു. ഇത് രണ്ടും CPM വിലയിരുത്തിയിട്ടുള്ളതാണെങ്കിൽ ഞങ്ങൾ ഭയപ്പെടുന്നു. വീണ്ടും കണ്ണൂരിൽ സംഘർഷാവസ്ഥ കൊണ്ടുവരാൻ, അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ചോരക്കളിയുടെയും പഴയ നാളുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമം നടക്കുന്നു എന്നാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ടാണ് ശരിയായ നിലയിൽ അന്വേഷണം നടക്കാത്തത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ബോംബ് നിർമ്മിക്കുന്നതിനിടെ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ശരിയായ അന്വേഷണം നടന്നില്ല. അതിൽ പങ്കാളികളായിട്ടുള്ളവരെ കുറിച്ചും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചും ഒരു അന്വേഷണവും പോലീസ് നടത്തിയില്ല. ആരാണ് ബോംബ് നിർമ്മിക്കാൻ ഉത്തരവ് നൽകിയത്? എവിടെയാണ് തീരുമാനമെടുത്തത്? എന്ത് ഉദ്ദേശത്തിലാണ് ബോംബ് നിർമ്മാണം നടത്തിയത്? ഈ കാര്യങ്ങളിലേക്കൊന്നും പോലീസ് പോയതേയില്ല. പോലീസുകാർ അന്വേഷിച്ചു, ബോംബ് പൊട്ടി മരിച്ച ആളുടെ പേരിൽ കേസെടുത്തു, കുറച്ച് ആളുകളെ സംശയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്തു. ഇതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല. ബോംബ് നിർമ്മാണത്തിനിടയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം മരവിപ്പിച്ചു. എന്തിനാ മരവിപ്പിച്ചത്? CPMന്റെ ഉന്നത നേതാക്കളാണ് ഇതിനെല്ലാം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി ഗ്രാമത്തിൽ ഒരു ബോംബ് പൊട്ടിയിട്ട് ഒരു നിരപരാധി മരിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചും ഒരു അന്വേഷണവും ശരിയായ നിലയിൽ നടക്കുന്നില്ല. അപ്പോൾ ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ്. കണ്ണൂരിനെ വീണ്ടും അശാന്തിയുടെ ദിനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് CPM ശ്രമിക്കുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ CPIM പഴയ അക്രമത്തിന്റെ പാത സ്വീകരിക്കുകയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ശരിയായ അന്വേഷണം ആവശ്യമുണ്ട്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മാണം ആരുടെ ആവശ്യപ്രകാരമായിരുന്നു നടത്തിയിരുന്നത്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണ്? ഇപ്പോഴത്തെ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിന്റെ നിജസ്ഥിതി എന്താണ്? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രി. സാധാരണ മുഖ്യമന്ത്രിയല്ല. ഹോം മിനിസ്ട്രി അദ്ദേഹത്തിന്റെ കയ്യിലാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ എപ്പോഴും അവകാശപ്പെടുന്നത് ഞങ്ങൾ മുൻകൈയെടുത്ത സമാധാനം. കെ സുരേന്ദ്രന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സംസ്ഥാനത്ത് തലശ്ശേരി ബോംബ് വിവാദത്തിലടക്കം മുഖ്യമന്ത്രിക്കെതിരെയും CPMനെയും കടന്നാക്രമിക്കുകയാണ് കെ സുരേന്ദ്രൻ.